നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായകം. ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ കൈമാറുന്നതിൽ SBI ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകും. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. നമ്പറുകൾ പുറത്തു വന്നാൽ ബോണ്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് SBI കൈമാറിയ കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകളിൽ നിയമനിർമ്മാണത്തിന് ശേഷവും കേന്ദ്ര സർക്കാർ ഇടപെട്ടെന്ന് വിവരം. കാലഹരണപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം SBI പണം നൽകി. ബോണ്ടുകൾ 15 ദിവസത്തിനകം ഉപയോഗിക്കണമെന്ന നിയമത്തിലെ വ്യവസ്ഥ. ഈ കാലാവധി കഴിഞ്ഞ ശേഷവും ചില ബോണ്ടുകളിൽ SBI പണം നൽകിയത് ധനമന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണെന്നാണ് വിവരം. കേസിൽ കക്ഷിയല്ലെന്നാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം പരിഹരിക്കാൻ ശ്രമവുമായി ആശുപത്രി അധികൃതർ. മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിന്റെ ഓഫീസിലാണ് ചർച്ച. കുടിശ്ശിക തന്ന് തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടിലാണ് വിതരണക്കാർ. മരുന്നുക്ഷാമത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MPയുടെ ഏകദിന ഉപവാസവും ഇന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കും. യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. നാളെയും മറ്റന്നാളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. കരട് പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകാൻ നാളെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഉണ്ട്. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുമെന്നാണ് വിവരം. രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആദ്യം നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് പോകുന്നത്. 80-ലധികം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. മഹാരാഷ്ട്രയിലടക്കം സഖ്യ സാധ്യതകൾ, പുതിയ സഖ്യത്തിലേക്ക് പുതിയ പാർട്ടികൾ എത്തുന്നു. സീറ്റ് ധാരണയായോ ഇവിടെയൊക്കെ? സീറ്റ് ധാരണ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളിലേക്ക് കടക്കുന്നത്. സാധ്യമായ ഇടങ്ങളിൽ എല്ലാം വിജയം എന്ന ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയി മാറുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും കോൺഗ്രസ് നടത്തുക. ഇന്ന് നാളെയും പൂർത്തിയായില്ലെങ്കിൽ മറ്റന്നാൾ എന്ന വിധത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് കൂടുന്ന സമിതി രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ അടക്കം നടത്താനായിട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിലുണ്ട്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകും എന്ന വിധത്തിലും കോൺഗ്രസിനുള്ളിൽ ഇതിനകം ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കും. ഇതിലെല്ലാം ഉപരി വാരണാസിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള ചില ആശയവിനിമയങ്ങളും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു എന്നതിനൊപ്പം നാളെ പ്രകടന പത്രിക അന്തിമമാക്കുന്നതിന് വേണ്ടിയിട്ട് കരട് പ്രകടന പത്രിക വിലയിരുത്തി അത് അന്തിമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗവും ചേരുന്നുണ്ട്. ആർക്കൊപ്പം BJPയിലേക്ക് വന്നാൽ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി നിർണയം, കേരളത്തിൽ ഉൾപ്പെടെ സീറ്റുകൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ചില സ്ഥാനാർത്ഥി നിർണയം, ചില പേരുകൾ ഉണ്ടാകുമോ? മനേക ഗാന്ധിയുടെയും വരുൺ ഗാന്ധിയുടെയും ഒക്കെ പേരുകൾ ഉണ്ടാകുമോ? അതില്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതൊക്കെ ആകാംക്ഷയേറ്റുന്ന ഘടകങ്ങളല്ലേ? ഒരു ഭാഗത്ത് ഈ കോൺഗ്രസുമായി ബന്ധം ഉള്ള പുതിയ നേതാക്കൾ ആ പാർട്ടിയിലേക്ക് വരാൻ വെമ്പൽ കൊള്ളുമ്പോൾ മുൻപ് കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നതോ ആയിട്ടുള്ള ആളുകളെ, അഥവാ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ അവരുടെ സ്ഥാനാർത്ഥിത്വം ഒക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പേര് റീത്ത ബഹുഗുണ ജോഷിയുടേതായിരിക്കും. റീത്ത ബഹുഗുണ ജോഷി UPയിലെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു. അവർ BJPയിലേക്ക് വന്നെങ്കിലും ഇത്തവണ
അവർക്ക് മത്സരിക്കാനായിട്ടുള്ള സീറ്റ് ലഭിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൂടാതെ നെഹ്റു കുടുംബാംഗം തന്നെ ആയിട്ടുള്ള മനേകാ ഗാന്ധിയും അടക്കമുള്ള വരുൺ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർക്കും സീറ്റ് ലഭിക്കില്ല എന്നാണ് ഇപ്പോഴുള്ള വിവരം. ഒപ്പം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലെയുള്ള ഏതാനും എംപിമാർക്കും ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടമുണ്ടാകില്ല എന്ന് അറിയാൻ സാധിക്കുന്നു. പകരം പുതുമുഖങ്ങളെ ഇറക്കാനാണ് സാധ്യമായ ഇടങ്ങളിലൊക്കെ ജനസ്വാധീനമുള്ള പുതുമുഖങ്ങളെ ഇറക്കുക എന്ന തന്ത്രമാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP പയറ്റാനായി പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനായി പോകുന്നത്. ശരിയാണ്. ഏതായാലും കോൺഗ്രസിന്റെയും BJPയുടെയും അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏറെ ആകാംക്ഷ ഉയർത്തുന്നതാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ? ഒപ്പം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലാണോ? വരുൺ ഗാന്ധിക്ക് സീറ്റുണ്ടോ? മനേക ഗാന്ധിക്ക് സീറ്റുണ്ടോ? അങ്ങനെ വലിയ ആകാംക്ഷ ഉയർത്തുന്ന അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് ഉറപ്പാണ്. ഏതായാലും സീറ്റ് ചർച്ചകൾ കോൺഗ്രസിൽ തകൃതിയായി നടക്കുന്നു. ഒപ്പം പ്രകടന പത്രിക ഒരുക്കങ്ങളും നടക്കുകയാണ്. ഒപ്പം ഇന്ന് തന്നെ BJPയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന വിവരമാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യ റോഡ് ഷോ നാളെ. പാലക്കാട് 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. 5 വിളക്കിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ പ്രധാനമന്ത്രി നയിക്കുന്ന റോഡ് ഷോ നടക്കും. BJP കേരളത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന വിലയിരുത്തലിലാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നത്. വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഏർപ്പെടുത്തുന്നത്. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംഘം പലതവണ സുരക്ഷാ പരിശോധനകൾ നടത്തി. റോഡ് ഷോ കടന്നുപോകുന്ന ഇടങ്ങളിൽ ഇതിനോടകം ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ BJPയുടെ മണ്ഡലത്തിലെ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,18,000 വോട്ട് കിട്ടിയിട്ടുള്ള ഈ മണ്ഡലം BJP വലിയ പ്രാധാന്യത്തോടു കൂടി കഴിഞ്ഞ കുറേ മാസങ്ങളായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദിജിയുടെ വരവ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആക്കം കൂട്ടുമെന്നാണ് BJP കരുതുന്നത്. കഴിഞ്ഞ തവണ 2,18,556 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിന് ലഭിച്ചത്. പാലക്കാട്, മലമ്പുഴ, ഷൊർണൂർ മണ്ഡലങ്ങളിലുള്ള സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താനായാൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് വിജയിക്കാനാകുന്ന സാഹചര്യമുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വരും ഘട്ടത്തിൽ കൂടുതൽ നേതാക്കൾ പ്രചരണത്തിലെത്തുമെന്നാണ് സൂചന. 24 പാലക്കാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. കോയമ്പത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. വൈകിട്ട് 5:45 മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയാണ് റോഡ് ഷോ. 4 കിലോമീറ്റർ ദൂരത്തിൽ നടക്കുന്ന റോഡ് ഷോയ്ക്കായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. 5000 പോലീസുകാരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് റാലിക്ക് അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് റാലിക്ക് അനുമതി നൽകിയത്. കേരളത്തിലേക്ക് വന്നാൽ വയനാട്ടിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF. പൗരത്വ ഭേദഗതിയിൽ ഉൾപ്പെടെ BJPക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് മൃദുമോദിത്വമാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വയനാട്ടിൽ നടന്ന LDF പൊതുയോഗങ്ങളിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധവും ഉയർത്തിയില്ല എന്നായിരുന്നു ആരോപണം. ആരോപണത്തിന് ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗം ഉയർത്തിക്കാട്ടിയായിരുന്നു T. സിദ്ദിഖിന്റെ മറുപടി. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടിസ്ഥാനമില്ലാത്തതായ ഇത്തരം കാര്യങ്ങൾ 4 വോട്ട് കിട്ടുമോ എന്നുള്ള പരീക്ഷണം നടത്തി പറയുന്നത് മാന്യതക്കും രാഷ്ട്രീയപരമായുള്ള മാന്യതക്കും ധാർമ്മികതക്കും ചേർന്നതായിട്ടുള്ള നടപടിയല്ല. പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ ഭയമാണ്. കേന്ദ്രത്തെ പേടിയോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇത് മൃദു മോദിത്വ സമീപനമെന്നും T. സിദ്ദിഖ്. വയനാട് MP
രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഒരിടത്ത് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കാത്തത് മുഖ്യമന്ത്രിയും CPIM-ഉം തുടരുന്ന മൃദുമോദിത്വ സമീപനത്തിന്റെ ഭാഗമായുള്ള നയമാണ്. ജില്ലയുടെ കാതലായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടാതിരുന്നത് കുറ്റബോധം മൂലമായിരിക്കാം. 20 സീറ്റിലും UDF വിജയിക്കുമെന്നും വടകരയിലും തൃശൂരിലും ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്നും ടി സിദ്ദിഖ് വ്യക്തമാക്കി. 24 വയനാട്. പേരാമ്പ്രാനു കൊലപാതകത്തിൽ 2 പ്രതികളും റിമാൻഡിൽ. പ്രധാന പ്രതി മുജീബ് റഹ്മാനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും അരുവിനെ കൊലപ്പെടുത്തിയ പേരാമ്പ്രയിലും എത്തിച്ചു തെളിവെടുപ്പിക്കും. കൃത്യം നടത്തിയ സ്ഥലത്തെക്കുറിച്ച് പ്രതിക്ക് മുൻപരിചയമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും സ്വർണം വിൽക്കാൻ ശ്രമിച്ച ജ്വല്ലറിയിലും ഇന്നലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അതിക്രൂരമായി പേരാമ്പ്ര സ്വദേശി അനുവിനെ കൊലപ്പെടുത്തിയത്. ആലുവയിൽ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. തിരുവനന്തപുരം കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാർ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ എന്ന് സംശയിക്കുന്നവർ രക്ഷപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തു. കാർ വാടകയ്ക്കെടുത്ത പോലീസുകാരന്റെ മൊഴി പ്രകാരം ഇയാളുടെ സുഹൃത്താണ് വാഹനം കൊണ്ടുപോയത്. ഒരു ദിവസം പിന്നിടുമ്പോഴും ആലുവയിലെ തട്ടിക്കൊണ്ടുപോകലിന്റെ ദുരൂഹത ഒഴിയൊന്നില്ല. കാണാതായവരെക്കുറിച്ചോ പ്രതികളെക്കുറിച്ചോ സൂചനയില്ല. കണിയാപുരത്ത് വാഹനം ഉപേക്ഷിച്ച സംഘം ഓട്ടോറിക്ഷയിൽ സ്ഥലം വിട്ടെന്നാണ് കഠിനംകുളം പോലീസിന്റെ കണ്ടെത്തൽ. ഓട്ടോ ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരം ലഭിച്ചില്ല. എന്നാൽ സംഘത്തിലെ ഒരാൾ ഇയാൾക്ക് ഗൂഗിൾ പേ വഴി പണം കൈമാറിയിട്ടുണ്ട്. ആ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വാടകയ്ക്കെടുത്ത വാഹനം സുഹൃത്തിന് കൈമാറിയെന്ന് പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷ് ബാബു പോലീസിനോട് പറഞ്ഞു. ഇതു സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വാഹനം അന്വേഷണ ചുമതലയുള്ള ആലുവ ഈസ്റ്റ് പോലീസിന് വിട്ടുകൊടുക്കും. സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന പുതിയ വിവരം. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. 4 പേർക്കെതിരെ കേസെടുത്തു. ആരും പരാതിയുമായി എത്താത്ത പശ്ചാത്തലത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം. വിഷ്ണു സുരേഷ് നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, തുടർച്ചയായ ദിവസങ്ങളിൽ ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലുണ്ടാകുന്നു. പോലീസ് ഇതിനെ ഗൗരവതരമായി സമീപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ, ഒപ്പം ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളവരുടെ പശ്ചാത്തലം എന്തെന്നാണ് പോലീസിന്റെ സൂചന? ഗോകുൽ, 40 വയസ്സ് പ്രായമുള്ള ആളെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കലാശിച്ചതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നിലവിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ സഹായത്താൽ ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണത്തിലായ പശ്ചാത്തലത്തിലായിരിക്കും ഇവർ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയ വാഹനം, ആ വാഹനം ഇന്ന് ആലുവയിലേക്ക് എത്തിക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ആലുവ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് അയാളെ ആലപ്പുഴയിലേക്ക് ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു. ഇയാളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും പോലീസ് പുറത്തുവിടില്ല. കാരണം പരാതി ആരും വരാത്തൊരു പശ്ചാത്തലത്തിലാണ് പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയി ആളുകളെ, ഈ 4 സംഘത്തെ ഏറെക്കുറെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് റൂറൽ പോലീസ് പങ്കുവെക്കുന്നത്. ഗോകുൽ. ശരി വിഷ്ണു, ഏതായാലും ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതികളെ ഏതായാലും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ പിടികൂടാനാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും തട്ടിക്കൊണ്ടുപോകൽ ഉപയോഗിച്ച കാർ ഇന്ന് ആലുവയിലേക്ക് എത്തിക്കുമെന്നതാണ് വിഷ്ണു നൽകുന്ന വിവരം. ജൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ EDക്ക് മുൻപിൽ ഇന്ന് ഹാജരായേക്കില്ല. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇന്നലെ ED സമൻസ് നൽകിയത്. EDക്ക് മുന്നിൽ ഹാജരായാൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം. ജൽ ബോർഡിലെ അനധികൃത ടെൻഡറിംഗ് സംബന്ധിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. ED വ്യാജ കേസാണ് രജിസ്റ്റർ ചെയ്തതെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തോമസ് ഐസക്കിന്റെ ഹർജി നിലനിൽക്കെ പുതിയ സമൻസ് അയച്ചതിൽ EDയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു. തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ എന്നാണ് EDയുടെ നിലപാട്. നിയമവിരുദ്ധമായ സമൻസ് അയച്ച് ED വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിന് വിരുദ്ധമായാണ് വീണ്ടും സമൻസ് അയച്ചതെന്നുമാണ് തോമസ് ഐസക്കിന്റെ വാദം.
ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുണ്ട്. അമിക്കസ് ക്യൂറിമാരായ ടി.വി. വിനു, പൂജ മേനോൻ, എസ്. വിഷ്ണു എന്നിവരാണ് റിപ്പോർട്ട് നൽകിയത്. പ്ലാന്റിലെ പലയിടങ്ങളിലും ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തുടക്കത്തിലെ തടയണം. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. BSF പ്ലാന്റ് സജ്ജമാകുന്നതുവരെ ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ബദൽ സംവിധാനം ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് പി. ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ കാലത്ത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ഈന്തപ്പഴം. വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രമല്ല ഈന്തപ്പഴം നോമ്പുതുറയുടെ ഭാഗമാകുന്നത്. രുചിയും ഗുണങ്ങളും ഈന്തപ്പഴത്തെ പ്രിയങ്കരമാക്കുന്നു. വൈവിധ്യമാർന്ന ഈന്തപ്പഴങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. മലയാളിക്ക് ഈന്തപ്പഴം ഒഴിവാക്കിയുള്ള നോമ്പുകാലം ഉണ്ടാകില്ല. നോമ്പ് മുറിക്കുന്നത് ഈന്തപ്പഴം കഴിച്ചാണ്. പല രാജ്യങ്ങളിൽ നിന്നായി 50-ലധികം ഇനം ഈന്തപ്പഴങ്ങളാണ് വിപണിയിലേക്ക് എത്തുന്നത്. പ്രവാചകന് പ്രിയങ്കരമായിരുന്ന അജുവയും കൂടാതെ മജിദൂൾ ജോർദാനുമാണ് VIP. 300 രൂപ മുതൽ 2200 രൂപ വരെ വിലയുള്ള ഈന്തപ്പഴങ്ങളുണ്ട് കൂട്ടത്തിൽ. അജുവ, മജിദൂൾ, മബ്റൂം, സഫാവി, അംബർ സുക്കാരി തുടങ്ങി രുചിവൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ് ഈന്തപ്പഴങ്ങൾ. അജുവ, അതേപോലെ മജ്ദൂള്, മബ്റൂം, സഫാവി, സുക്കരി, അതേപോലെ എല്ലാ പഴം നല്ല ഡിമാൻഡുണ്ട്. കസ്റ്റമർ ഇപ്പോൾ പഴയതിലേറെ കൂടുതൽ കസ്റ്റമർ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജോർദാൻ്റെ പഴമുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മജ്ദൂള്, അതാണ് കൂടുതലായിട്ട് പോണത്. സ്ഥലപ്പേരുകളിൽ തുടങ്ങി ചരിത്രത്തിൽ ചെന്നു ചേരുന്നതാണ് പലതിൻ്റെയും പേരുകൾ. സൗദിയിൽ നിന്നുള്ളവയാണ് കൂടുതലും. എല്ലാ ദിവസവും ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇത് അധികം വെള്ളം കുടിക്കും. ഈത്തപ്പഴം പിന്നെ ഈത്തപ്പഴം കൊണ്ട് ജ്യൂസ് അടിക്കും. നിങ്ങൾ ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്ന പ്രവാചക വചനമാണ് ഇഫ്താറിന് ഈന്തപ്പഴത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത്. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. കാസർഗോഡ് കോവിഡ് കാലത്ത് ടാറ്റ കമ്പനി ക്വാറന്റൈൻ സംവിധാനമൊരുക്കിയ കണ്ടെയ്നറുകൾ ഇനി കഞ്ഞിപ്പുരകളാകും. 125 കണ്ടെയ്നറുകളാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളിൽ കഞ്ഞിപ്പുരകളാക്കുക. ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള മാർഗം കൂടിയാണ് പുതിയ തീരുമാനം. രാജ്യത്ത് കോവിഡ് രോഗികൾ കൂടിയ ജില്ലയായി കാസർഗോഡ് മാറിയപ്പോഴായിരുന്നു ടാറ്റയുടെ ഇടപെടൽ. 60 കോടി രൂപ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ നിന്ന് അനുവദിച്ചാണ് ആശുപത്രി നിർമ്മിച്ചത്. ഇതിനായി സർക്കാർ 4.12 ഏക്കർ ഭൂമി നൽകി. 5000 കോവിഡ് രോഗികളെ ചികിത്സിച്ച ആശുപത്രി കോവിഡ് മുക്തമായതോടെയാണ് ജില്ലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടായത്. 33 കോടി രൂപ ചെലവിൽ ജില്ലാ ആശുപത്രിയുടെ ഭാഗമായ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനാണ് തീരുമാനം. ഇതിന് പിന്നാലെയാണ് ആശുപത്രിയായിരുന്ന 125 കണ്ടെയ്നറുകളിൽ ചോർന്നൊലിക്കുന്ന 11 ഒഴിവാക്കി ബാക്കി സ്കൂളുകളിലെ കഞ്ഞിപ്പുരകളാക്കാൻ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് അവരുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് ഞങ്ങളുടെ ചെലവിൽ സ്കൂളുകളിൽ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന 16 സ്കൂളുകളിലായിട്ട് നിർമ്മിതമായിട്ട് അത് കൊണ്ടുപോകും. അത് കൊണ്ടുപോയി ആ സ്ഥലം അവിടെ ക്ലിയർ ആയി കിട്ടും. അങ്ങനെ അവിടെ പിന്നെ പുതിയ കെട്ടിടം അവിടെ പണിയാൻ പറ്റും. കണ്ടെയ്നറുകൾ ഒഴിവാകുന്നതോടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കും. 1 വർഷം കൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 24 കാസർഗോഡ്. തിരികെ പ്രഭാത വാർത്തയിലേക്ക്. ഇനി കായിക വാർത്തകൾ. വനിതാ പ്രീമിയർ ലീഗിന് പിന്നാലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സീസണ് വെള്ളിയാഴ്ച തുടക്കമാവുകയാണ്. IPL ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുന്ന സെഗ്മെന്റിലേക്കാണ് ഇനി. വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കുറിച്ച് വിശദമായി അറിയാം. ഈ സാല കപ്പ് നംദേ. IPL തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വാക്ക്. ക്രിക്കറ്റ് ആരാധകർക്ക് ടീമിനെ പിടികെട്ടി കാണും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. സൂപ്പർ താരങ്ങളാൽ സമ്പന്നർ, കപ്പിന്റെ കാര്യത്തിൽ ദരിദ്രർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഇത്തവണയും താരസമ്പന്നമാണ് RCB.
വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലസി, മാക്സ്വെൽ, കാമറോൺ ഗ്രീൻ. ഏത് ബൗളിംഗ് നിരയും വിറച്ചു പോകുന്ന ടോപ്പ് 4. തീർന്നില്ല, രജത് പാട്ടീദാറും ദിനേശ് കാർത്തികുമുണ്ട്. 250 റൺസ് അടിച്ചാലും പ്രതിരോധിക്കാൻ പറ്റാത്ത ബൗളിംഗ് നിരയാണ് RCBയുടെ എക്കാലത്തെയും പ്രശ്നം. ഇത്തവണയും വലിയ പേരുകളൊന്നുമില്ല ഈ നിരയിൽ. മുഹമ്മദ് സിറാജിന് കൂട്ടായി അൽസാരി ജോസഫും ആകാശ് ദീപുമാണുള്ളത്. സ്പിന്നറായി വെറ്ററൻ സ്പിന്നർ കരൺ ശർമ്മയും. ലെജൻഡറി കരിയറിൽ കിങ് കോഹ്ലി ഒരു IPL കിരീടം അർഹിക്കുന്നുണ്ട്. 3 തവണ ഫൈനൽ വീണ RCB പേരിലെ ബാംഗ്ലൂർ മാറ്റി ബംഗളൂരു ആക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പേര് മാറ്റിയാലെങ്കിലും പച്ച പിടിക്കുമോ എന്ന് കണ്ടറിയണം. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഇന്ത്യൻ ദേശീയ ടീം സൗദിയിലെത്തി. വ്യാഴാഴ്ച അബഹയിൽ വെച്ചാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം. എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഹൽ അബ്ദുൾ സമദ് അഭ്യർത്ഥിച്ചു. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരത്തിനായാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം സൗദിയിലെത്തിയത്. മാർച്ച് 21 വ്യാഴാഴ്ചയാണ് മത്സരം. അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം അബഹയിലെത്തിയ ഇന്ത്യൻ ടീം പരിശീലനം ആരംഭിച്ചു. കോച്ച് ഇഗോർ സ്റ്റിമാക്, ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്നിവരുടെ നേതൃത്വത്തിൽ 23 താരങ്ങളാണ് സൗദിയിലെത്തിയിരിക്കുന്നത്. മോഹൻ ബഗാൻ താരം സഹൽ അബ്ദുൾ സമദാണ് ടീമിലെ മലയാളി സാന്നിധ്യം. മത്സരവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ 24മായി പങ്കുവച്ച സഹൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. നമ്മൾ ഇന്നലെ നാഷണൽ ടീം ഇവിടെ എത്തി, അബഹയിലെത്തി. എല്ലാം അടിപൊളിയാണ്. ഫെസിലിറ്റി, ഹോട്ടല്, ട്രെയിനിങ് ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. ഈ വരുന്ന കളിക്ക് നമ്മളെല്ലാവരും മാക്സിമം ഉഷാറായിട്ട് കളിക്കാൻ ശ്രമിക്കും. ഇൻഷാല്ലാ ഗ്രൗണ്ടിൽ എല്ലാവരും കാണാം. മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കളി കാണാനുള്ള ആവേശത്തിലാണ് മേഖലയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ. നമ്മുടെ അസീർ റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യന്റെ നാഷണൽ ടീം ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി വരുന്നത്. നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ഫുട്ബോൾ കളിക്കാരും എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ കളി കാണാൻ. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും ജിസാൻ, അതുപോലെ നജറാൻ, ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ കളി കാണാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, ഇപ്പോൾ മോഹൻ ബഗാന്റെ പ്ലെയറുമായ സഹൽ അബ്ദുൾ സമദ് കളിക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് എല്ലാം ഒരു ആവേശമാണ്. അപ്പം അസീർ റീജിയനിലെ എല്ലാവരും മാക്സിമം വന്ന് ഈ കളിയെ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്, ഒരു ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന മത്സരം സാങ്കേതിക കാരണങ്ങളാൽ സൗദിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗ്രൂപ്പിൽ നേരത്തെ ഖത്തറുമായി പരാജയപ്പെട്ട ഇന്ത്യ കുവൈറ്റുമായുള്ള മത്സരത്തിൽ വിജയിച്ചിരുന്നു. അബഹയിൽ നിന്നും റസാഖ് നഷരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. പ്രഭാത വാർത്തയിൽ ഇനി ഇപ്പോൾ കിട്ടിയത്. സാങ്കേതിക തകരാറുകൾ മൂലം നിർത്തിവെച്ച റേഷൻ മസ്റ്ററിംഗ് ഇന്നും പുനരാരംഭിക്കില്ല. തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും. ആശങ്ക വേണ്ടെന്നും റേഷൻ വിതരണം സാധാരണ നിലയിൽ നടക്കുന്നതാണെന്നും ഭക്ഷ്യമന്ത്രി. റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന് ജയം. 88% വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. 5ാം തവണയും പുടിൻ പ്രസിഡന്റാകും. പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ പുടിൻ. അലക്സി നവൽനിയുടെ മരണത്തിൽ ആദ്യ പ്രതികരണം. ദുഃഖകരമായ സംഭവമെന്ന് വ്ളാഡിമിർ പുടിൻ. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. 4 പേർക്കെതിരെ കേസ്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് നിഗമനം. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.